ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓൺ വോയിസിൽ വീഡിയോ ചെയ്തിട്ട് കുറച്ച് നാളായല്ലേ. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന, എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ചിക്കൻ പിസ്സ ഇഷ്ടപ്പെടാത്തത് ആരുമില്ല അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പിസ്സ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. പിസ്സ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം അതിൻ്റെ ബേസ് ഉണ്ടാക്കിയെടുക്കണം. അതിനു വേണ്ടി 1 സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, 1 സ്പൂൺ പഞ്ചസാര, ഒരു നുള്ളു ഉപ്പ്, ബേസിൽ സീഡ്സ്, പിന്നെ ഞാൻ കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളകിൻ്റെ പൊടി കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ലുക്ക് വാം വാട്ടർ ഒഴിക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് എടുക്കുക. അതിലോട്ട് ഞാൻ 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. 1 കപ്പ് മൈദ ഒറ്റയടിക്കിടാതെ ഇതേപോലെ കുറേശ്ശെ ഇട്ട് നന്നായിട്ട് കുഴച്ചിട്ടെടുക്കണം. ഇത് കുഴച്ചിട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ നന്നായിട്ട് എന്താ പറയുക, തിക്കൻ പോലത്തെ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു സോഫ്റ്റ് ആയിട്ട് കിട്ടുമല്ലോ, അങ്ങനെ ചെയ്യരുത്. നമുക്ക് കുറച്ച് സ്റ്റിക്കി ടൈപ്പ് ആയിരിക്കണം ഈ ഡോ ഇരിക്കേണ്ടത്. നമുക്കിങ്ങനെ തൊടുമ്പോൾ സ്റ്റിക്കി ആവുന്നുണ്ടെന്നുണ്ടെങ്കിലും എന്നാൽ നല്ലതുപോലെ കുഴഞ്ഞിട്ടുമുണ്ട്. അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് നമുക്ക് വേണ്ടത്. ഇതേപോലത്തെ കണ്ടീഷനിലാണ് നമുക്ക് ഡോ വേണ്ടത്. ഇത് നമ്മൾ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് നല്ലതുപോലെ ഗ്രീസ് ചെയ്തതിന് ശേഷം ഈസ്റ്റ് പൊങ്ങാനായിട്ട് ഒരു 1 അവർ വെയിറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. വെയിറ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് ഇതിന് ഒരു വെറ്റ് ടവൽ കൊണ്ട് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് പിസ്സ ഉണ്ടാക്കാനുള്ള പാന് തയ്യാറാക്കിയിട്ടെടുക്കാം. അതിനു വേണ്ടി എൻ്റെ പിസ്സയുടെ ബേസ് ഒന്നും കറക്റ്റായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ സാധാ അലുമിനിയത്തിൻ്റെ, നമ്മുടെ പഴയ പാത്രത്തിൻ്റെ ഒക്കെ മൂടിയില്ലേ, അതിലോട്ട് കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ച് അതിൽ ഞാൻ കുറച്ച് വളരെ നൈസായിട്ട് മാത്രം മൈദപ്പൊടി കുറച്ച് തൂവി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് നേരത്തെ തയ്യാറാക്കി വെച്ചത് ഇതേപോലെ ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. അതിന് പതിയെ എടുത്ത് നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ആ അലുമിനിയം പാത്രത്തിൻ്റെ അടപ്പില്ലേ, അതിലോട്ട് പരത്തി കൊടുക്കുക. കൈകൊണ്ട് തന്നെ ഇതേപോലെ നന്നായിട്ട് പരത്താം. നമ്മൾ അടയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പ്രസ് ചെയ്യില്ലേ, അതേ സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഇതേപോലെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് ഈവൻലി എല്ലായിടത്തും പരത്തിയിട്ട് എടുക്കുക. ഇനി നമുക്ക് ഇത് ഈസ്റ്റ് ഇട്ടിട്ടുണ്ടല്ലോ, ഈസ്റ്റ് ഇട്ടത് നന്നായിട്ട് പൊങ്ങി വരാൻ പാടില്ല. പൊങ്ങി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു നൈഫോ എടുത്തിട്ട് ഇതേപോലെ നന്നായിട്ട് കുത്തി കൊടുക്കുക. എന്ത് സാധനം കൊണ്ട് വേണമെങ്കിലും കുത്തി കൊടുക്കാം. ഫോർക്ക് കൊണ്ടാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നന്നായിട്ട് എല്ലാ സൈഡിലും ഒന്ന് കുത്തി കൊടുക്കുക. ഇനി ഇതിലോട്ട് ഫസ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് പിസ്സ സോസാണ്. പിസ്സ സോസ് നമുക്കിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്, എല്ലാ കടയിലും അവൈലബിൾ ആണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹോം മെയ്ഡായിട്ടും പിസ്സ സോസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ ഈസിയാണ്. ഞാനിവിടെ ഒരുവിധം നന്നായിട്ട് എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ സോസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ സോസ് അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്നും കൂടിയും ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതേപോലെ കുത്തി കൊടുക്കാതെ പിസ്സ ഉണ്ടാക്കി നോക്കി, അപ്പോൾ കുറച്ചും കൂടി പൊങ്ങി വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതേപോലെ കുത്തി കൊടുത്തിട്ട് ഉണ്ടാക്കി നോക്കി. അപ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ട് പിസ്സ കിട്ടിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾ സോസ് ഇട്ടതിന് ശേഷം ഇതുപോലെ കുത്തി കൊടുക്കുക. ഇനി നമ്മൾക്ക് ഇഷ്ടമുള്ള ടോപ്പിങ്സ് പിസ്സയുടെ മേലെ നമ്മൾക്ക് ഇടാവുന്നതാണ്. ഞാൻ ഇവിടെ ഇപ്പോൾ എടുത്തിട്ടുള്ളത് കോളിഫ്ലവർ ചെറുതായിട്ട് അല്ലി വിടർത്തിയതാണ്. പിന്നെ നമ്മൾ ഉപ്പിലിട്ടിട്ടുള്ള ഒലീവിൻ്റെ സീഡ് മേടിക്കാൻ കിട്ടും, അത് കട്ട് ചെയ്തതാണ്. ബ്ലാക്കും ഗ്രീനും കുറച്ചിട്ടാൽ മതി കേട്ടോ. ഒരുപാടായാലും ഒലീവിൻ്റെ ടേസ്റ്റ് കൂടിപ്പോവും. അതുകൊണ്ട് അത്ര അധികം ഇടരുത് കേട്ടോ. ഇതേപോലെ കുറച്ചിടുക. പിന്നെ നമുക്ക് മിക്സഡ് കളേഴ്സ് ക്യാപ്സിക്കംസ് കിട്ടും, അതൊക്കെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇടുക. കുറച്ച് ഇട്ടാൽ മതി. എല്ലാതും കുറേ അധികം അങ്ങോട്ട് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിങ്സ് ഇതേപോലെ നമ്മുടെ ഭാവനയ്ക്ക് അനുസരിച്ച് വെക്കാവുന്നതാണ്, അതുപോലെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്. പിന്നെ ഞാൻ കുറച്ച് മഷ്റൂംസ് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ വെജിറ്റേറിയൻകാരാണെന്നുണ്ടെങ്കിൽ ഇത്രയും പ്രൊസീജിയർ ചെയ്താൽ മതി. ഈ മൊസിലറയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കുറച്ചധികം മൊസിലറ ഇട്ട് കഴിഞ്ഞാൽ വെജിറ്റേറിയൻകാരുടെ പിസ്സയാവും.
നോൺ വെജിറ്റേറിയൻകാർക്കാണ് ഇതേപോലെ ചിക്കൻ ചെറുതായി കട്ട് ചെയ്ത പീസ് ഒന്ന് വറുത്തെടുത്തതാണ്. ആ പീസും കൂടി ഇട്ട് കുറച്ച് ക്യാപ്സിക്കവും അതേപോലെ നല്ലതുപോലെ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഓവൻ ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേക്ക് ഓവൻ ഇല്ലാതെ എങ്ങനെ ബേക്ക് ചെയ്യാന്നുള്ള വീഡിയോ ഞാൻ ഇതിനോടൊപ്പം ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മേലെ ഐകാർഡിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതേ മെത്തേഡിൽ നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ പാനിൽ വെച്ചിട്ടും ചെറിയ ഫ്ലെയിം കൊടുത്ത് നമ്മൾക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. പിസ്സ എങ്ങനെയാണ് കറക്റ്റ് ബേക്കായി എന്ന് അറിയുന്നതെങ്കിൽ അതിൻ്റെ മേലെ ഇട്ടുള്ള മൊസറല്ല നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ടാവും. പിസ്സ ബേക്കാവാൻ ഏകദേശം എടുക്കുന്ന സമയം 30 to 35 മിനിറ്റ്സ് ആണ്. അത് ഓരോ ഓവൺ അനുസരിച്ച് ഹീറ്റിൽ വ്യത്യാസം വരുമല്ലോ. അപ്പോൾ അതിൻ്റെ സമയം ഒരു 5 മിനിറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് മാറും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചീസ് മെൽറ്റ് ആയിട്ടുണ്ടോ എന്ന് മസ്റ്റായിട്ട് ഇൻസ്പെക്ട് ചെയ്തിരിക്കണം. ഓക്കെ, ഇന്ന് കരുതിയിട്ട് നിങ്ങൾ ഭയങ്കര ഹീറ്റ് കൊടുത്ത് ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ താഴെ ഇട്ടിട്ടുള്ള മൈദയുടെ ബേസ് കരിഞ്ഞു പോവും. നമ്മൾ ഇത്ര നേരം ചെയ്ത പരിപാടി മൊത്തം കൊളായി പോവും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യുക, കെയർഫുള്ളായിട്ട് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.